പിള്ളേരൊക്കെ ഫോണും നോക്കിയിരിപ്പാണ്. ഇവിടെ രാഷ്ട്രീയം പറയാനൊന്നും പുതുതലമുറക്ക് താല്പര്യമില്ലെന്നേ. ഇങ്ങനെയൊക്കെ പരാതി പറയുന്നവരാണെങ്കിൽ ഇതാ നിങ്ങൾക്കും ആവേശമുണ്ടാക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. വാർത്ത വന്നിരിക്കുന്നത് നേപ്പാളിൽ നിന്നാണ്. നേപ്പാളിൽ ജെൻസി പിള്ളേർ നാടൊട്ടുക്കും പ്രക്ഷോഭത്തിലാണ്. നേപ്പാളിലെ പാർലമെൻറ്റിൽ പോലും കയറി ജെൻസി പിള്ളേർ ശരിക്കും അടിച്ചു പൊളിക്കുകയാണ്. ജെൻസി യുവാക്കൾ തെരുവുകളിലിറങ്ങി ഒരു ചരിത്രപരമായ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടിരിക്കുന്നു. പക്ഷേ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും സർക്കാർ നിരോധിച്ചോടെയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. നോക്കാം നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭത്തിൻ്റെ വിശേഷങ്ങൾ. നേപ്പാളിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് രാവിലെ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ മൈദിഗർ മണ്ഡലയിൽ ആയിരക്കണക്കിന് യുവാക്കളും യുവതികളും ഒത്തുകൂടി. രാവിലെ 9 മണിക്ക് തന്നെ പ്രതിഷേധം ആരംഭിച്ചു. 11 മണിക്ക് പ്രധാന റാലിയും നടന്നു. പോഖറ, ബിരാത് നഗർ, ബൂത്വാൽ ഇങ്ങനെ തുടങ്ങിയ വേറെയും നഗരങ്ങളിലും സമാനമായ പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. സ്കൂൾ കോളേജ് യൂണിഫോമുകൾ അണിഞ്ഞാണ് യുവാക്കളും യുവതികളും തെരുവിലിറങ്ങിയത്. പ്ലക്കാർഡുകളിൽ സോഷ്യൽ മീഡിയ ബാൻഡ് കറപ്ഷൻ ഓപ്പൺ, ഇൻഡിപെൻഡൻറ്റ് വോയിസ് ഈസ് അവർ റൈറ്റ്, വേർ ഹാസ് ദ ടാക്സ് പേയേഴ്സ് മണി ഗോൺ, വൈ ഡിഡ് ഇറ്റ് കൊളാപ്സ് ഇങ്ങനെയുള്ള നിരവധി സ്ലോഗനുകൾ. പക്ഷേ സാധാരണ പ്രതിഷേധം പോലെ വെറുതെ ശബ്ദമുണ്ടാക്കി അടങ്ങിയില്ല ഇത്. പോലീസുമായി ഏറ്റുമുട്ടലുകളുണ്ടായി. പാർലമെൻറ്റിനടുത്ത് ബാരിക്കേഡുകൾ തകർത്ത് പ്രൊട്ടസ്റ്റർമാർ അകത്തു കയറി. പോലീസ് ടിയർ ഗ്യാസും വാട്ടർ കനോണുകളും ലൈവ് ഫയറിംഗ് പോലും ഉപയോഗിച്ചു. ഫലമായി ഒരു പ്രൊട്ടസ്റ്റർ മരിച്ചു. വേറെയും നിരവധി പേർ മരണപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. 80-ലധികം പേർക്ക് പരിക്കുകളുണ്ടായിരിക്കുന്നു. ബാനേശ്വറിലെ കാഠ്മണ്ഡു ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് പാർലമെൻറ്റ് പ്രദേശങ്ങളിൽ രാത്രി 10 മണി വരെ കർഫ്യൂ പോലും ഏർപ്പെടുത്തി. റോഡുകൾ അടച്ചു, ട്രാഫിക് ഡൈവേർട്ട് ചെയ്തു. ഡ്രോൺ ഫുട്ടേജുകൾ കാണിക്കുന്നത് പ്രകാരം തെരുവുകൾ യുവാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. യുവാക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പാട്ടുകളും നൃത്തങ്ങളുമായി അവർ തെരുവിൽ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലയിടത്തെല്ലാം അക്രമങ്ങളുണ്ടായിരിക്കുന്നു. പലരും ഇതൊരു ജെൻസി റവല്യൂഷനാണെന്ന് പോലും വിളിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ബാനിനെതിരെയാണ് ഈ പ്രക്ഷോഭം ആദ്യമായി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ള വിമർശനമായി പ്രക്ഷോഭം വികസിച്ചിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുടെ സർക്കാർ ദേശസുരക്ഷയുടെ പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയ 26 പ്ലാറ്റ്ഫോമുകൾ ബ്ലോക്ക് ചെയ്തത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, ട്വിറ്റർ, റെഡിറ്റ് ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാട്സപ്പ് അടക്കം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടക്കം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർക്കാർ നിരോധിക്കുന്നു. നമുക്ക് ഉപയോഗിക്കാനാവാതിരിക്കുന്നു. പക്ഷേ നേപ്പാളിലെ ജെൻസി പിള്ളേരോടാണോ സർക്കാരിൻ്റെ കളി? അവർ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് അഥവാ VPN സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ തുടങ്ങി. പക്ഷേ അത് അത്ര ജനകീയമായി എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല. അതോടുകൂടി നേപ്പാളിലെ സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. രാജ്യത്തെ ജെൻസി തലമുറയുടെ ഇഷ്ടതാരങ്ങളായ ഒട്ടേറെ പേർ പ്രതിഷേധത്തെ പിന്തുണച്ചു. മദൻ കൃഷ്ണ ശ്രേഷ്ഠ, ഹരിബൻഷ അച്ചാരു, പ്രകാശ് സബുത്ത്, നിഷ്മൽ ബെൻസെത്ത്, KK അധികാരി, ബർഷ റൌത്ത്, അൻമോൾ KC ഇങ്ങനെ തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികൾ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും സപ്പോർട്ട് പ്രഖ്യാപിച്ചു. യുവാക്കളുടെ ശബ്ദം രാജ്യം കേൾക്കണം, അഴിമതിക്കാർക്ക് നമ്മൾ ശിക്ഷ വാങ്ങി നൽകണം, ഇതായിരുന്നു ഈ സെലിബ്രിറ്റികൾ മെസ്സേജ് ഇട്ടത്. സെപ്റ്റംബർ 4-നാണ് ഒലി സർക്കാർ സോഷ്യൽ മീഡിയ റെഗുലേഷൻ ഡയറക്റ്റീവ് എന്ന നിയമപ്രകാരം 26 പ്ലാറ്റ്ഫോമുകളെ രാജ്യത്ത് നിന്ന് ബ്ലോക്ക് ചെയ്തത്. പ്ലാറ്റ്ഫോമുകൾ സർക്കാരിന് മുന്നിൽ രജിസ്റ്റർ ചെയ്തില്ല എന്നതായിരുന്നു കാരണം. തങ്ങളുടെ യൂസേഴ്സിനെ സർവലയൻസ് ചെയ്യാൻ സഹായിക്കില്ല എന്ന നിലപാട് സോഷ്യൽ മീഡിയ കമ്പനികൾ ഒന്നാകെ പറഞ്ഞതോടെയാണ് സർക്കാർ ഈ കടുത്ത തീരുമാനമെടുത്തത്. പക്ഷേ യുവാക്കൾ ഇതിനെ ഒരു ഡിജിറ്റൽ ഡിപ്രഷനായി കണ്ടു. തങ്ങളുടെ രാജ്യത്ത് ഡിജിറ്റലി തങ്ങളെ അടിച്ചമർത്തുകയാണെന്ന് യുവാക്കൾ വിശ്വസിച്ചു. രാജ്യത്ത് ടിക്ടോക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് സർക്കാരിനൊരടിയായി. നാപ്പോ കിഡ്, നാപ്പോ ബേബീസ്, വെയ്ക്കപ്പ് ജെൻസി, റീസ്റ്റോർ അവർ ഇൻ്റർനെറ്റ്, നാപ്പോ പ്രൊട്ടസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹാഷ്ടാഗുകൾ ടിക്ടോക്കിൽ ട്രെൻഡിങ് ആയി. ഇങ്ങനെ ഡിജിറ്റലി ആദ്യം പ്രക്ഷോഭം തുടങ്ങി. ഇത് പിന്നീട് യഥാർത്ഥ റിയൽ പ്രക്ഷോഭമായി തെരുവുകളിലേക്ക് വളരുകയായിരുന്നു. അഴിമതി മാത്രമല്ല പ്രശ്നം, അധികാരികളുടെ മക്കൾ സുഖവാസം നടത്തി സാധാരണക്കാർ കഷ്ടപ്പെടുന്ന അസമത്വവും പ്രക്ഷോഭത്തിൽ ചർച്ചയാകുന്നുണ്ട്.
നേപ്പോ ബേബി എന്ന ട്രെൻഡ് വരുന്നത് ഇങ്ങനെയാണ്. പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ ഗുച്ചി ബാഗുകളും ഫോറിൻ ട്രിപ്പുകളുമായി ഷോ കാണിച്ച് നടക്കുകയും സാധാരണ യുവാക്കൾ ഗൾഫിലെ ലേബർ ജോലികൾക്ക് പോകുന്ന കോൺട്രാസ്റ്റ് കാണിക്കുന്ന വീഡിയോകൾ റെഡിറ്റിലും ടിക്ടോക്കിലും വൈറലായി. ഹാമി നേപ്പാൾ എന്നൊരു ഗ്രൂപ്പാണ് ഈ പ്രക്ഷോഭത്തെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് ആക്ഷനുകളെയും അഴിമതികളെയും എതിർക്കാനാണ് എന്ന് ഹാമി നേപ്പാൾ എന്ന ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സുധാർ ഗുരുങ് പറയുന്നു. ടിക്ടോക്ക് വഴിയാണ് റൂട്ടുകൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 8 ഞങ്ങൾ തെരുവിലിറങ്ങുമെന്ന് ഇന്നലെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജെൻസി പിള്ളേർ അക്ഷരാർത്ഥത്തിൽ മാസായി രാജ്യമൊട്ടാകെ അടിച്ചു പൊളിക്കുകയാണ്. 2006 ജനമുന്നേറ്റത്തിന് ശേഷം നേപ്പാൾ കണ്ട ഏറ്റവും വലിയ യൂത്ത് പ്രൊട്ടസ്റ്റായി ഇന്നത്തെ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് മാറിയിട്ടുണ്ട്. ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ സമാന മൂവ്മെൻറ്റുകളെപ്പോലെ നേപ്പാളിലും ഒരു ഡിജിറ്റൽ ഔട്ട്റാഷ് സ്ട്രീറ്റ് ആക്ഷനായി മാറിയിരിക്കുകയാണ്. നേപ്പാളിൽ അഴിമതി ഒരു ക്യാൻസർ പോലെ പടരുകയാണ് എന്നാണ് ആരോപണം. റോഡുകൾ പാകി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകരുന്നു. പൊതു പ്രൊജക്റ്റുകൾ അത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ചേർന്ന് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വിട്ടുകൊടുക്കുന്നു. യുവാക്കൾക്ക് തൊഴിലില്ല. 20% യുവാക്കളും ക്രൈസിസിലാണ്. ലക്ഷക്കണക്കിന് പേർ ഗൾഫിലേക്ക് പോകുന്നു. യുവാക്കൾക്ക് പഠിപ്പിക്കാൻ പോലും പണം തികയുന്നില്ല. ഇതിൻ്റെ എല്ലാം ഒരു ഫ്രസ്ട്രേഷൻ ആ രാജ്യത്തെ ജനങ്ങൾക്കിടയിലുണ്ട്. അതിനിടക്കാണ് സോഷ്യൽ മീഡിയ ബാൻ വരുന്നത്. അതിൻ്റെ ട്രിഗർ സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരുന്നു. ഇത് ഫ്രീ സ്പീച്ചിനെതിരാണെന്ന് പ്രതിഷേധമുയർന്നു. യുവാക്കളുടെ കണക്ടിവിറ്റിയെ തകർത്തു. സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് കഴിയുന്ന എഡ്യൂക്കേഷൻ, ബിസിനസ്, ആക്ടിവിസം എല്ലാത്തിനെയും ബാധിച്ചു. അതോടെ ഇവർ തെരുവിലിറങ്ങി. പക്ഷേ ഇത് അഴിമതി മറക്കാൻ സെൻസർഷിപ്പ് ആയുധമാക്കിയതാണെന്നാണ് യുവാക്കൾ പറയുന്നത്. 18-നും 28-നും ഇടക്കുള്ളവരാണ് ജെൻസി എന്നാണ് പറയാറ്. സ്റ്റുഡൻസും യുവാക്കളായ തൊഴിലാളികളും സ്കൂൾ യൂണിഫോമുകളിൽ ID കാർഡുകളുമായി വന്ന് ഞങ്ങൾ വിദ്യാർത്ഥികളാണ്, പൗരന്മാരാണ് എന്ന് പ്രതീകാത്മകമായി ഉയർത്തിപ്പിടിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അഫിലിയേഷൻ ഇല്ല എന്നതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ നോൺ പൊളിറ്റിക്കൽ നേതൃത്വമാണോ? അല്ല. പക്ഷേ ഹയറാർക്കികളില്ല. പകരം ഹോറിസോണ്ടലായി ഈ സമരത്തെ ചിലർ ചേർന്ന് മാനേജ്മെൻറ്റ് ചെയ്യുകയാണ്. ഹാമി നേപ്പാൾ ഗ്രൂപ്പ് അത്തരത്തിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘം മാത്രം. സുധാൻ ഗുരുങ് ഈ സംഘത്തിൻ്റെ ചെയർമാനും. പക്ഷേ സ്പോണ്ടാനിയസ് മൂവ്മെൻറ്റായി ഉയർന്നു വന്നതാണിത്. അതുകൊണ്ട് തന്നെ ആദ്യമേ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതിൽ ചേരരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രത്യേകത ഡിജിറ്റൽ സ്ട്രീറ്റ് ഫ്യൂഷനാണ്. ടിക്ടോക്ക് വഴിയാണ് കോർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മീമുകളും വീഡിയോകളും എല്ലാം തുടങ്ങി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആക്ടിവിസത്തെയും ഈ പ്രക്ഷോഭകാരികൾ ഡെമോക്രറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിഫോമുകൾ, പാട്ടുകൾ, നൃത്തങ്ങൾ ഇതൊക്കെയാണ് ഈ സമരത്തിൻ്റെ ചിഹ്നങ്ങൾ. പക്ഷേ ചിലയിടത്ത് പോലീസ് വയലൻസ് മൂലം ക്ലാഷുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജെൻസി പിള്ളേരുടെ ഗ്ലോബൽ അവയർനെസ്, അവരുടെ ടെക് സ്കിൽസ് ഇതെല്ലാം മെർജ് ചെയ്ത് ഇതെല്ലാം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭമാണ് നേപ്പാളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഡിജിറ്റൽ സിറ്റിസൺ ആണ്, ഇവിടെ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി മാത്രം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. 28 വയസ്സിന് താഴെയുള്ളവർ മാത്രമൊന്നുമല്ല പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ തലമുറകളും പ്രക്ഷോഭത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേപ്പാളിലെ ജെൻസി പ്രൊട്ടസ്റ്റ് ഒരു തലമുറയുടെ ഉണർവാണ്. അതോടൊപ്പം സോഷ്യൽ മീഡിയയെ തൊട്ടാൽ അത് അധികം നന്നാവില്ല എന്ന് ലോകത്തുള്ള പല ഭരണാധികാരികൾക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പും കൂടിയാണ്.